തൊടുപുഴയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ പോസ്റ്റർ. ആശീർവാദ് തിയേറ്റർ, ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. PR ഏജൻസിയുടെ പിൻബലത്തിൽ മുഖ്യമന്ത്രിയാകാമെന്ന് വ്യാമോഹിക്കണ്ട എന്നും പോസ്റ്ററിൽ. ജോയ്മോൻ ജോസ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ജോയ്മോൻ, എക്സിറ്റ് പോൾ അടക്കം വന്നതോടെ UDFന് മുൻതൂക്കം എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. അതിനുശേഷം വീണ്ടും ഈ കോൺഗ്രസിലുള്ള പോര് മുറുകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ദിൽഷ, നമുക്കറിയാം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇത്തരത്തിൽ കോൺഗ്രസിൽ സീറ്റ് തർക്കം അതുപോലെ തന്നെ മുഖ്യമന്ത്രി തർക്കം തുടരുകയാണ്. ഇന്നലെയും അതുപോലെ തന്നെ ഇന്നും പലയിടങ്ങളിലും വി.ഡി. സതീശനെ അനുകൂലിച്ചും അതുപോലെ തന്നെ വി.ഡി. സതീശനെതിരെയും ഈ പോസ്റ്ററുകളും മറ്റുപോലെ തന്നെ ഫ്ലക്സ് ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇന്ന് ഉച്ചയ്ക്കാണ് മൂവാറ്റുപുഴയിൽ നിന്ന് വി.ഡി. സതീശനെ അനുകൂലിച്ചുള്ള ഫ്ലക്സ് ബോർഡുകൾ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചതായി കാണുന്നത്. പക്ഷേ ഇന്ന് തൊടുപുഴയിൽ സംഭവിച്ചത് ഇത്തരത്തിൽ വിപരീതമായ ഒരു കാര്യമാണ്. അതായത് വി.ഡി. സതീശനെ എതിരെയുള്ള ഫ്ലക്സ് ബോർഡുകളാണ് ഈ തൊടുപുഴയിലും ഉയർന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫാമിലി എന്ന പേരിലാണ് ഈ പോസ്റ്ററുകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും എഴുതിയിരിക്കുന്നത് ഈ മുഖ്യമന്ത്രി, അതായത് കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആ തർക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഈ മുഖ്യമന്ത്രി ചർച്ച തകൃതിയായി നടക്കുന്നതിനിടെയാണ് കോൺഗ്രസിലെ പല നേതാക്കളും ഇത്തരത്തിൽ സ്വയമായിട്ട് വലിയ നേതാക്കളെ അനുകൂലിച്ച് അല്ലെങ്കിൽ ഇവർക്കെതിരായിട്ട് പോസ്റ്ററുകളും അതുപോലെ തന്നെ ഫ്ലക്സ് ബോർഡുകളും ഒക്കെ ഉയരുന്നത്. അതിനൊരു തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ തൊടുപുഴയിലും ഈ ഫ്ലക്സ് ബോർഡ് പോസ്റ്ററുകൾ കാണാൻ തുടങ്ങിയത്. അതായത് ഏകദേശം 1 മണിക്കൂറിന് അടുത്താകുന്നേയുള്ള തരത്തിൽ ഫ്ലക്സ് ബോർഡുകൾ തൊടുപുഴയിൽ സ്ഥാപിച്ച് അല്ലെങ്കിൽ ഫ്ലക്സ് ബോർഡുകൾ ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഈ പോസ്റ്ററുകൾ പറയുന്നത് തന്നെ ഈ മുഖ്യമന്ത്രി ഈ PR വർക്ക് കൊണ്ട് മുഖ്യമന്ത്രിയാകാൻ വി.ഡി. സതീശൻ മോഹിക്കേണ്ട, അത് നടക്കില്ല അല്ലെങ്കിൽ അത് വിലപ്പോകില്ല എന്നാണ് ഈ പോസ്റ്ററുകളിൽ പറയുന്നത്. ഇത് വീണ്ടും ഈ മുഖ്യമന്ത്രി തർക്കം, ഈ കോൺഗ്രസിൽ മുഖ്യമന്ത്രി തർക്കം കൊടുമ്പിരി കൊള്ളുന്നതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത്. തിരിഷ, ശരി, നന്ദി ജോയ്മോൻ ജോസ് വിവരങ്ങൾക്ക്. തുടർ ഭരണമോ ഭരണമാറ്റമോ? കേരളം കാത്തിരിക്കുന്ന വിധി. മെയ് 4 തത്സമയം ന്യൂസ് മലയാളം ഡിജിറ്റലിൽ.